ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ത്രെഡ്, സിൽക്ക് ത്രെഡ്, അതുപോലെ സെറി ത്രെഡൊക്കെയാണല്ലോ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ 14ൻ്റെ ടൂലിപ്പ് നീഡിൽ വെച്ചിട്ടാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് ആരിയിലെ ബേസിക് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ അത് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുപോലത്തെ പേൾ കോട്ടൺ ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ത്രെഡ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പേൾ കോട്ടൺ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്ന നീഡിൽ നമ്പർ എന്ന് പറയുന്നത് 12ൻ്റെ ആണ് കേട്ടോ. നിങ്ങൾക്ക് 12ൻ്റെ ആവശ്യമൊന്നുമില്ല, 14 വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ നൂലൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ത്രെഡ് എടുത്തിട്ട് അറ്റത്തൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരു പ്രാവശ്യം കെട്ടിട്ട് കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം നല്ല വണ്ണമുണ്ട്. മറ്റ് ത്രെഡുകൾ വയ്ക്കുമ്പോൾ നമ്മൾ 2, 3 ഒക്കെ ഇട്ടിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ സൂചി ഒന്ന് കുത്തി നമ്മുടെ നൂലൊന്ന് മുകളിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ലൂപ്പ് ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ റിവേഴ്സ്, ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇതുപോലെ ഒന്ന് കുത്തി അടുത്ത ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ നേർക്ക് കൊണ്ടുവരിക. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പുറത്തെ വശത്തേക്കാട്ടോ. കണ്ടോ? ഇപ്പോൾ അത് ഒരു കെട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ അടുത്ത സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഞാനവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണില്ല, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. എന്തായാലും കുറച്ച് സ്പീഡിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റിച്ച് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി നമുക്കത് എൻഡ് നോട്ടിട്ട് അവസാനിപ്പിക്കാം. എൻഡ് നോട്ടിൻ്റെ വീഡിയോയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം.